സച്ചിനും സനത് ജയസൂര്യയും ഒരു ടീമിൽ, സെവാഗും ഷുഐബ് മാലിക്കും ഡൽഹിയിൽ, ഗാംഗുലിയും അക്തറും ഒരു ടീമിൽ ഒന്നിച്ച്. വീണ്ടും ഒരു IPL ലേലത്തിന്റെ വക്കിലാണ് നമ്മൾ. ഓർമ്മകൾ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ ചിലർക്കെങ്കിലും 2008 ആദ്യത്തെ IPL ലേലവും അന്നത്തെ ചർച്ചകളും മനസ്സിലേക്ക് വരുന്നുണ്ടാകും. അതത് രാജ്യങ്ങളുടെ കുപ്പായമണിഞ്ഞു മാത്രം കണ്ടിരുന്ന എതിരാളികളായ താരങ്ങൾ ഒരുമിച്ച് ഒരു ടീമിൽ കളിക്കുന്നു എന്ന വാർത്ത ക്രിക്കറ്റ് ആരാധകർ വലിയ കൗതുകത്തോടെയാണ് അന്ന് കേട്ടത്. അപൂർവമായി മാത്രം നടക്കുന്ന ഏഷ്യൻ 11, വേൾഡ് 11 പോലുള്ള മത്സരങ്ങളിൽ മാത്രമേ അന്ന് വ്യത്യസ്ത രാജ്യക്കാർ ഒരുമിച്ച് കളിച്ചിരുന്നുള്ളൂ. ICL എന്ന വിമത ക്രിക്കറ്റ് ലീഗിനോടുള്ള ചുരുക്കും 2020 ലോകകപ്പിന്റെ അഭൂതപൂർവമായ വിജയവുമാണ് BCCIയെ IPLന് പ്രേരിപ്പിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ അന്നത്തെ സൂപ്പർ സ്റ്റാറുകളെ അവരവരുടെ തട്ടകങ്ങളായ 5 നഗരങ്ങളിലെ ഐക്കൺ പ്ലെയറായി അണിനിരത്തിയായിരുന്നു ലേലം ഒരുക്കിയത്. ഇതുപ്രകാരം സച്ചിൻ മുംബൈയുടെയും ഗാംഗുലി കൊൽക്കത്തയുടെയും ദ്രാവിഡ് ബാംഗ്ലൂരിന്റെയും ഐക്കൺ താരങ്ങളായി. അന്നത്തെ യൂത്ത് ഐക്കണുകളായ യുവരാജിന് മൊഹാലിയും സെവാഗിന് ഡൽഹിയും ഐക്കൺ പദവികൾ നൽകി. ഇവരുടെ ടീമുകൾ ഏറ്റവും അധികം വില കൊടുത്തു വാങ്ങുന്ന താരത്തിലും 15% അധികം തുക ഇവർക്ക് നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. VVS ലക്ഷ്മണിന് ഐക്കൺ പദവി നൽകാമെന്ന് ഹൈദരാബാദ് ടീം ഉടമകൾ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ആവശ്യമില്ല എന്ന് അറിയിച്ചു. പക്ഷേ ഐക്കൺ പ്ലെയറാകാൻ പോന്ന ഒരു സൂപ്പർ താരം കൂടി പുറത്തുണ്ടായിരുന്നു. ഇന്ത്യക്ക് 2020 കിരീടം നേടിത്തന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും താരമൂല്യമുള്ളയാൾ മഹേന്ദ്ര സിംഗ് ധോണി. പക്ഷേ അദ്ദേഹം വരുന്നത് ഡൽഹിയോ മുംബൈയോ പോലെ ഒരു മഹാനഗരത്തിൽ നിന്നുമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലേലത്തിന് വെച്ചു. അങ്ങനെ ലേലത്തിന് അരങ്ങൊരുങ്ങി. 48 വിദേശ താരങ്ങളടക്കം 77 പേരാണ് ലേലത്തിന് രജിസ്റ്റർ ചെയ്തത്. റിക്കി പോണ്ടിംഗ്, ഗ്ലെൻ മഗ്രാത്ത്, ഷുഐബ് അക്തർ, ആൻഡ്രൂ സൈമൺസ്, മുത്തയ്യ മുരളീധരൻ, ബ്രെഡ്ലി, ബ്രണ്ടൻ മക്കെല്ലം, ക്രിസ് ഗെയിൽ, ഹെർഷൽ ഗിബ്സ്, ജാക്കിസ് കാലിസ് അടക്കമുള്ള വലിയ പേരുകളെല്ലാം ലേലത്തിന് രജിസ്റ്റർ ചെയ്തവരിൽ ഉൾപ്പെടും. ഓസീസ് താരങ്ങൾ ഈഗോകളില്ലാതെ ലേലത്തിൽ പങ്കെടുത്തു. എന്നാൽ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് ഉടക്കിട്ടതിനാൽ തന്നെ ഇംഗ്ലണ്ടിലെ താരങ്ങളാരും ലേലത്തിൽ രജിസ്റ്റർ ചെയ്തില്ല. ECB കരാറിന് പുറത്തുണ്ടായിരുന്ന ദിമിത്രി മസ്കരാനസ് മാത്രമാണ് അന്ന് ഇംഗ്ലണ്ടിൽ നിന്നും IPL കളിക്കാനെത്തിയത്. പാകിസ്ഥാൻ താരങ്ങൾ കളിച്ച ഒരേ ഒരു IPLും അതായിരുന്നു. നിലവിലുള്ള പോലെ ഓരോ താരത്തിനും ഓരോ അടിസ്ഥാന വിലയിട്ടുകൊണ്ടാണ് അന്നും ലേലം ഒരുക്കിയത്. $4,50,000 അടിസ്ഥാന വിലയുണ്ടായിരുന്ന ഷെയ്ൻ വോൺ ആയിരുന്നു ഇക്കാര്യത്തിൽ മുന്നിൽ. $4 ലക്ഷം അടിസ്ഥാന വിലയുണ്ടായിരുന്ന ധോണി രണ്ടാമതും $3 ലക്ഷം വിലയിട്ട ഗിൽക്രിസ്റ്റ് മൂന്നാമതുമെത്തി. അങ്ങനെ ലേലം തുടങ്ങി. ധോണി എന്ന ബ്രാൻഡിനു വേണ്ടി വലിയ ലേലം വിളിയാണ് നടന്നത്. ഒടുവിൽ $15 ലക്ഷം എന്ന ആ ലേലത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ഇന്ത്യയുടെ പ്രിയപ്പെട്ട മഹി ചെന്നൈ ജേഴ്സി അണിഞ്ഞു. മങ്കി ഗേറ്റ് വിവാദവും ഇന്ത്യൻ താരങ്ങളുമായുള്ള ഉടക്കുമൊക്കെ നടക്കുന്ന കാലമായിട്ടും $13,50,000 ആൻഡ്രൂ സൈമൺസിനെ ഹൈദരാബാദ് കുട്ടയിലാക്കി. $9,75,000 രൂപക്ക് മുംബൈ വാങ്ങിയ സനത് ജയസൂര്യയായിരുന്നു മൂന്നാമത്. അന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ താരോദയമായിരുന്ന ഇശാന്ത് ശർമ്മക്കായി കൊൽക്കത്ത $9,50,000 ഓൾറൗണ്ടറായിരുന്ന ഇർഫാൻ പത്താനായി പഞ്ചാബ് $9,20,000 എറിഞ്ഞു. ആദ്യത്തെ ലേലത്തിൽ അൺസോൾഡ് ആയത് 26 താരങ്ങളാണ്. ഇവരെ വെച്ച് 2008 മാർച്ച് 11 മറ്റൊരു ലേലം കൂടി നടത്തി. ആദ്യ ലേലത്തിൽ ആരും വാങ്ങാതിരുന്ന ഷെയ്ൻ വാട്സണും സുഹൈൽ തൻവീറും അടക്കമുള്ള പേരുകളെ ചെറിയ തുകയ്ക്ക് രാജസ്ഥാൻ റോയൽസ് വാങ്ങുന്നത് ഈ രണ്ടാമത്തെ ലേലത്തിലാണ്. പാകിസ്ഥാന്റെ മതിലെന്നറിയപ്പെട്ടിരുന്ന മുഹമ്മദ് യൂസഫ്, ബംഗ്ലാദേശിന്റെ സൂപ്പർ താരം മുഹമ്മദ് അഷ്റഫുൾ എന്നീ പ്രമുഖരെ അന്ന് ആരും വാങ്ങിയില്ല. അന്ന് ഈ രണ്ടാമത്തെ ലേലത്തോടൊപ്പം തന്നെ ഇന്ത്യയുടെ അണ്ടർ-19 താരങ്ങൾക്കായി ഒരു പ്രത്യേക ഡ്രാഫ്റ്റും ഒരുക്കിയിരുന്നു. അണ്ടർ-19 ലോകകപ്പ് ജയിച്ച ടീം അംഗങ്ങളായതിനാൽ തന്നെ ഇവരിൽ പലരെയും രാജ്യം അറിഞ്ഞു തുടങ്ങിയിരുന്നു. ഓരോ ടീമുകൾക്കും തങ്ങൾക്ക് ലഭിച്ച ലോട്ട് അനുസരിച്ച് ഒരു താരത്തെ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകും. അങ്ങനെ ആദ്യത്തെ അവസരം ലഭിച്ച ഡൽഹി ഡെയർ ഡെവിൾസ് അന്ന് വിരാട് കോഹ്ലിക്കും മുകളിൽ തിരഞ്ഞെടുത്തത് പ്രദീപ് സാങ്വാനെയായിരുന്നു. ഇന്നത് കേൾക്കുമ്പോൾ പലർക്കും അത്ഭുതമായിരിക്കും. അന്ന് ബാംഗ്ലൂരിലേക്ക് പോയ കോഹ്ലിയാകട്ടെ ഇന്നും അവിടെ തുടരുകയും ചെയ്യുന്നു. രവീന്ദ്ര ജഡേജ, സൗരഭ് തിവാരി, മനീഷ് പാണ്ഡെ, ഇഖ്ബാൽ അബ്ദുള്ള അടക്കമുള്ള ആ അണ്ടർ-19 ടീമിലെ താരങ്ങൾ പിന്നീട് IPLലെ സ്ഥിര സാന്നിധ്യങ്ങളായി മാറി. ഇവക്ക് പുറമെ രഞ്ജി ട്രോഫി താരങ്ങളെ ടീമുകൾക്ക് സ്വന്തമാക്കാനുള്ള അവസരവും നൽകിയിരുന്നു. ശിഖർ ധവാൻ, R അശ്വിൻ, അജിങ്ക്യ രഹാനെ, വൃദ്ധിമാൻ സാഹ അടക്കമുള്ള പല പ്രമുഖ താരങ്ങളും അങ്ങനെ IPL ടീമുകളിൽ ഇടം പിടിച്ചു. അങ്ങനെ IPL ടീമുകളുടെ ചിത്രം തെളിഞ്ഞു. ആഡം ഗിൽക്രിസ്റ്റ്, ഷാഹിദ് അഫ്രീദി, ആൻഡ്രൂ സൈമൺസ്, ഹെർഷൽ ഗിബ്സ് എന്നിവരടങ്ങുന്ന അന്നത്തെ വെടിക്കെട്ട് ബാറ്റർമാരെല്ലാം അണിനിരുന്നത് ഹൈദരാബാദ് ഡെക്കാൻ ചാർജേഴ്സിലായിരുന്നു. ഇവർ തന്നെയാണ് സൂപ്പർ ടീം എന്നായിരുന്നു എല്ലാവരും കരുതിയത്. MS ധോണി, സുരേഷ് റൈന, ആൽബി മോർക്കൽ, മാത്യു ഹേഡൻ, സ്റ്റീഫൻ ഫ്ലെമിംഗ്, മൈക്ക് ഹസി, മഖായ എൻഡിനി എന്നിവരായിരുന്നു ചെന്നൈയുടെ ആൾബലം. ഗാംഗുലി, റിക്കി പോണ്ടിംഗ്, ബ്രണ്ടൻ മക്കെല്ലം, ഡേവിഡ് ഹസി, ഷുഐബ് അക്തർ എന്നിവരായിരുന്നു കൊൽക്കത്തയെ നയിച്ചത്. മുംബൈ ആരാധകരാകട്ടെ സച്ചിനും ജയസൂര്യയും ചേർന്ന് ഓപ്പൺ ചെയ്യുന്നത് കാണാനുള്ള തിരക്കിലായിരുന്നു.
ലസിത് മലിംഗ, റോബിൻ ഉത്തപ്പ, ഷോൺ പൊള്ളോക്ക് തുടങ്ങിയവരായിരുന്നു മുംബൈ ടീമിലെ പ്രധാനികൾ. സെവാഗ്, ഗൗതം ഗംഭീർ, ഷുഐബ് മാലിക്, മുഹമ്മദ് ആസിഫ്, AB ഡിവില്ലിയേഴ്സ് അടങ്ങുന്ന ഡൽഹി ഡെയർ ഡെവിൾസ് എന്തിനും പോന്നവരായിരുന്നു. യുവരാജ് സിംഗ്, കുമാർ സംഗകാര, ശ്രീശാന്ത്, ബ്രെറ്റ്ലി എന്നിവരടങ്ങുന്ന പഞ്ചാബ് സന്തുലിതമായ ടീമായും വിലയിരുത്തപ്പെട്ടു. പക്ഷേ ഓസ്ട്രേലിയൻ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നും ചുളുവിലക്കൊപ്പിച്ച ഷോൺ മാർഷായിരുന്നു അവരുടെ താരമായത്. ജാക്സ് കാലിസ്, അനിൽ കുംബ്ലെ, രാഹുൽ ദ്രാവിഡ്, വസീം ജാഫർ, ചന്ദ്രപോൾ എന്നിവരടങ്ങുന്ന റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു പരമ്പരാഗത ബാറ്റർമാരുടെ സംഘമായാണ് അറിയപ്പെട്ടത്. കളിക്കളത്തിലും അവരുടെ പ്രകടനങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. ഷെയ്ൻ വോൺ എന്ന ഒരു ഔട്ട്ഡേറ്റഡ് പടക്കുതിരയും യൂസഫ് പത്താൻ, സുഹൈൽ തൻവീർ, ഷെയ്ൻ വാട്സൺ, സ്വപ്നിൽ ലസ്നോദ്കർ എന്നീ യുവാക്കളും ചേർന്ന രാജസ്ഥാൻ ദയനീയ പ്രകടനം നടത്തുമെന്നാണ് പരക്കെ പ്രവചിക്കപ്പെട്ടിരുന്നത്. പക്ഷേ സംഭവിച്ചതോ മറ്റൊന്നും.